ADGP MR അജിത് കുമാറിന്റെ മൊഴി DGP ഇന്നെടുക്കും. DGPക്കെതിരെ ഉയർന്ന പരാതികളുടെ പശ്ചാത്തലത്തിലാണ് മൊഴിയെടുക്കുന്നത്. PV അൻവർ തിരുവനന്തപുരത്തെത്തി DGPയെ കണ്ടേക്കും. പ്രശാന്ത് ചേരുകയാണ് വിശദാംശങ്ങളുമായി. പ്രശാന്ത്, ഇപ്പോൾ ADGP MR അജിത് കുമാറിനെതിരെയുള്ള കേസ് ഇപ്പോൾ DGP ആണ് അന്വേഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയല്ലേ ഇപ്പോൾ ADGPയുടെ മൊഴിയെടുക്കുന്നതും തുടർന്നുള്ള അന്വേഷണം പുരോഗമിക്കുന്നതും ഒക്കെ? ശ്രീകാർത്തിക, തീർച്ചയായും നേരത്തെ IG സ്പർജൻ കുമാറിനെയാണ് ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അദ്ദേഹത്തിന് മൊഴിയെടുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്നത്. പക്ഷേ IG മുന്നിൽ മൊഴി നൽകാൻ കഴിയില്ല എന്നൊരു നിലപാട് ADGP സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് DGP നേരിട്ട് മൊഴിയെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ തന്നെ മൊഴിയെടുക്കുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ആ മൊഴിയെടുത്തതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ നിലവിൽ സ്വീകരിക്കുക. അതോടൊപ്പം തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം, ADGPക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് DGP ശുപാർശ ചെയ്തു എന്നുള്ളത്. അതായത് ഒരു വശത്ത് മുഖ്യമന്ത്രി അടങ്ങുന്ന സർക്കാർ സംവിധാനങ്ങൾ ഇത്തരത്തിൽ സംരക്ഷണം ഒരുക്കുമ്പോൾ തന്നെ അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്നൊരു നിലപാട് കൂടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് സാമ്പത്തിക ആരോപണം, 5 ആരോപണങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ പരിശോധിക്കുക. സാമ്പത്തിക ക്രമക്കേട് അടക്കം, അതോടൊപ്പം തന്നെ കവടിയാറിലെ ഭൂമി ഇടപാട്, ഇങ്ങനെ 5 പ്രശ്നങ്ങളുണ്ട്. ഈ വിഷയങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലേക്ക് വരും. ഇതെല്ലാം തന്നെ സാമ്പത്തിക ഇടപാടുകളാണ്. അതുകൊണ്ടാണ് ആ കാര്യങ്ങളെല്ലാം തന്നെ വിജിലൻസ് പരിശോധിക്കുന്ന നിലപാട് DGP സ്വീകരിക്കുന്നത്. സാമ്പത്തിക വിഷയങ്ങളിൽ അന്വേഷണ സംഘത്തിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പരിമിതി ഉണ്ട് എന്ന് കൂടിയാണ് DGP വ്യക്തമാക്കിയത്. അതുകൊണ്ടാണ് ഈ ശുപാർശ ഇപ്പോൾ സർക്കാരിന് മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇനി സർക്കാരാണ് ഈ വിജിലൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. അതേസമയം തന്നെയാണ് ഈ മൊഴിയെടുക്കൽ മുന്നോട്ട് പോകുക. മൊഴിയെടുത്തതിന് ശേഷം മാത്രമായിരിക്കും തുടർ നടപടികൾ ഏത് ഘട്ടത്തിൽ എന്നുള്ളത് തീരുമാനിക്കുക. അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ PV അൻവർ തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ട് അദ്ദേഹം MLA ഹോസ്റ്റലിൽ ഉണ്ട്. അദ്ദേഹം ഇനി DGPയെ കാണുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും DGPയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമം ഉണ്ടാകുമെന്നുള്ള വിവരമാണ് അൻവറുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. നിലവിലുള്ള അൻവർ നൽകിയ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് അജിത് കുമാറിനെതിരെ അന്വേഷണവും വിജിലൻസ് അന്വേഷണ ശുപാർശയും എല്ലാം തന്നെ വരുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും DGPയെ കാണുന്നത് ഏതെങ്കിലും തരത്തിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനോ ആണോ എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഏതായാലും നിർണായക നീക്കങ്ങളാണ് MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട പോലീസ് ആസ്ഥാനത്തും ഒപ്പം തന്നെ സർക്കാർ കേന്ദ്രങ്ങളിലും ഇപ്പോൾ നടക്കുന്നത്. ശരി, വ്യക്തമാണ്. KK പ്രശാന്താണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.